ബാർക്കോഴ കേസിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. കേസിൽ തുടരന്വേഷണം വേണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കെ മാണിയുടെ വീട്ടിനുള്ളിലേക്ക് പണം കൊണ്ടുപോയത് എന്തിനെന്നും കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകളിൽ ഇടപെടാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന അഭിപ്രായം പറയാൻ മാത്രമേ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുള്ളൂവെന്നും വിലയിരുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ വസ്തുതാപരമല്ലെന്ന് പറയാനും ഡയറക്ടർക്ക് അധികാരമില്ല. മന്ത്രിക്ക് പണം നൽകിയെന്ന് സാക്ഷിമൊഴിയുണ്ട്, എന്നാൽ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു. പിന്നെന്തിന് പണം വീടിനകത്തേക്ക് കൊണ്ടുപോയെന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടാതെ സ്വകാര്യ അഭിഭാഷകനിൽ നിന്ന് വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടിയത് എന്തിനെന്നും കോടതി ചോദിച്ചു. വിജിലൻസിന് പ്രത്യേകം ഹർജി നൽകാൻ അധികാരമില്ലെന്നും സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും സുപ്രീം കോടതി വിധിന്യായം ഉദ്ധരിച്ച് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കാർ ഹർജി സമർപ്പിക്കാതിരുന്നതെന്ന് AG അറിയിച്ചു. ഇതിന്റെ നിയമവശം പരിശോധിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കൂടുതൽ വാദത്തിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ധനകാര്യമന്ത്രി കെ മാണി രാജിവെക്കേണ്ടെന്ന് മന്ത്രി PJ ജോസഫ്. ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന കേരള കോൺഗ്രസ് എം നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി കെ മാണിയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. തുടർ അന്വേഷണം നടത്തണം എന്ന വിജിലൻസ് കോടതിയുടെ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ പേരിൽ ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇതാണല്ലോ തീരുമാനം. കെ മാണിയെ പുറത്താക്കാൻ ഗവർണർ ഇടപെടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിജിലൻസിനെ കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഉമ്മൻചാണ്ടിയുടെ കുരുട്ടുബുദ്ധിയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ കെ മാണിയെ മേൽവിലാസമില്ലാത്തവനാക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമം. മാണിക്ക് നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുമെന്നും കോടിയേരി പറഞ്ഞു. KM മാണി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. അതിനദ്ദേഹം തയ്യാറാകാതെ ഇരിക്കുന്നത് അദ്ദേഹത്തിനോടത് പറയാൻ ഇവിടെ തൻ്റെ ഇടമുള്ളൊരു മുഖ്യമന്ത്രിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗവർണർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയോട് ഇന്ന് തന്നെ വിശദീകരണം തേടണം. മാണി കൂടുതൽ പരിഹാസ്യനാവട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയത്തിൽ KM മാണി ഒരു മേൽവിലാസമില്ലാത്ത ആളാക്കി മാറ്റണം എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ചിന്ത. അതുകൊണ്ട് നിങ്ങളിപ്പോൾ രാജിവെക്കല്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അവസാനം തിങ്കളാഴ്ചത്തെ വിധി കൂടി വരുമ്പോൾ ഒരു വഴിയുമില്ലാത്ത തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടുന്ന ആളായി KM മാണിയെ മാറ്റുക, ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ഉദ്ദേശം. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മന്ത്രിമാരെ കടത്തിവിട്ടുന്ന അഴിമതിക്കാരനാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ ആനന്ദിൽ ജിജി തോംസൺ അഴിമതി കാട്ടിയെന്നും VS ആരോപിച്ചു. ജേക്കബ് തോമസിനെ വിമർശിച്ച സംസ്ഥാന പോലീസ് മേധാവി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സേനക്കുള്ളിൽ അമർഷം പുകയുന്നു. സർക്കാരിന്റെ തെറ്റുകളെ DGP പരിധി വിട്ട് ന്യായീകരിക്കുന്നതായി മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്കിടയിൽ രഹസ്യ അഭിപ്രായം. അച്ചടക്കം ഓർമ്മിപ്പിക്കുന്ന DGP ചെയ്യുന്നത് അച്ചടക്ക രാഹിത്യം തന്നെയെന്ന് വിരമിച്ച DGPമാരും നിയന്ത്രിക്കേണ്ട സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതിൽ അസ്വാഭാവികതയെന്നും ഇവർ ആരോപിച്ചു. സംസ്ഥാന സേനയിലെ ഒരു DGPക്കെതിരെ അതേ റാങ്കിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിലൂടെ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമാണ്. സെൻകുമാർ പോസ്റ്റിട്ടതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ വിമർശിച്ചും ജേക്കബ് തോമസിനെ പുകഴ്ത്തിയും നിരവധി കമന്റുകളാണ് ഫേസ്ബുക്കിൽ പ്രവഹിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ ഈ വിധത്തിൽ ജനങ്ങൾ നേരിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് സേനയിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ രഹസ്യമായ അഭിപ്രായം. ജേക്കബ് തോമസിനെതിരെ അച്ചടക്കത്തിന്റെ വാളോങ്ങുന്നവർ ചെയ്യുന്നത് അച്ചടക്കരാഹിത്യം തന്നെയെന്ന് അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഒരു DGPയെ പഠിപ്പിക്കാനാണ് മറ്റൊരു DGP ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ നാം കണ്ടത്. ഇത് സ്കൂൾ കുട്ടികളെ പോലെയാണ് ഒരു DGPയോട് മറ്റൊരു DGP പെരുമാറുന്നത്. ഇതിനെല്ലാം ഉമ്മൻചാണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ്.
1994 അന്നത്തെ DGP ജയറാം പടിക്കലും വിജിലൻസ് ADGP KJ ജോസഫും തമ്മിൽ അടിയുടെ വക്കുവരെ എത്തിയ തർക്കമുണ്ടായി. ജയറാം പടിക്കലിൻ്റെ ഭാര്യയുടെ പേരിലെ അനധികൃത സ്വത്ത് സമ്പാദനത്തെപ്പറ്റി അന്വേഷിക്കാൻ വിജിലൻസ് തീരുമാനിച്ചതായിരുന്നു സംഘർഷത്തിന് കാരണം. അന്നത്തെ കേരള മുഖ്യമന്ത്രി K. കരുണാകരൻ ജയറാം പടിക്കലിനോട് നിർബന്ധിത അവധിയിൽ പോകാൻ കൽപ്പന നൽകി. വാക്കേറ്റം നടത്തിയതിന് ഇരുവർക്കും കർശന താക്കീതും സർക്കാർ നൽകി. തൻ്റെ വിശ്വസ്തനായ ജയറാം പടിക്കലിനെ പോലും സേനയുടെ അന്തസ്സ് കളയും വിധം പെരുമാറാൻ കരുണാകരൻ അനുവദിച്ചിരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാഴ്ചക്കാരെ പോലെ നോക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ കുറ്റകരമായ ഈ മൗനത്തിൽ സേനയ്ക്കുള്ളിൽ തന്നെ പലർക്കും അമർഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് അട്ടിമറിയല്ല, സാങ്കേതിക തകരാറ് മാത്രമാണെന്ന് പോലീസ്. റീപോളിംഗ് ഒഴികെ സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 78.33% പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കാണ് ഇത്. റീപോളിംഗ് നടക്കുന്ന മലപ്പുറത്തെ 105 ബൂത്തുകളിലും വോട്ടെടുപ്പിന്റെ സമയം അവസാനിച്ചു. റീപോളിംഗിൽ 78% പേർ വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ 105 കേന്ദ്രങ്ങളിലാണ് വീണ്ടും പോളിംഗ് നടത്തിയത്. ഏറനാട് താലൂക്കിലെ 10ഉം നിലമ്പൂരിൽ 32ഉം പെരിന്തൽമണ്ണയിൽ 16ഉം കൊണ്ടോട്ടിയിൽ 10ഉം തിരൂരിൽ 7ഉം പൊന്നാനിയിൽ 30 കേന്ദ്രങ്ങളിലും പോളിംഗ് നടന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചയുടനെ 4 ഇടങ്ങളിൽ വീണ്ടും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. വെളിയങ്കോട്, വണ്ടൂർ, ചുങ്കത്തറ, മേലാറ്റൂർ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടിംഗ് യന്ത്രം തടസ്സപ്പെട്ടത്. ജില്ലയിൽ വ്യാപകമായി പോളിംഗ് യന്ത്രം പണിമുടക്കിയത് യാദൃച്ഛികമായി സംഭവിച്ച സാങ്കേതിക തകരാറാണെന്നാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ജില്ലാ വരണാധികാരിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നു. സമഗ്രമായ അന്വേഷണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാവുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. മലപ്പുറത്തെ പ്രതാപകാലം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസം LDFനുമുണ്ട്. മണിക്കൂറുകൾ മാത്രം മതി ജില്ല ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തൃശൂർ ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. റീപോളിംഗിൽ മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുമുണ്ടായത്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് എത്ര ശതമാനമാണ് പോളിംഗ്? അതോടൊപ്പം തന്നെ കാര്യമായ പരാതികൾ ഇല്ലാതെയാണോ വോട്ടെടുപ്പ് പൂർത്തിയായത്? സുരേഷ്, അരിമ്പൂർ, കുന്നത്തങ്ങാടി, എരവൂർ സൗത്ത്, പൂതനക്കര, വെള്ളാർകുളം, അന്നമനട, കയ്പമംഗലം, ഏങ്ങണ്ടിയൂർ, ചേലക്കര എന്നിവിടങ്ങളിലാണ് റീപോളിംഗ് നടന്നത്. കനത്ത പോളിംഗ് ആണ് ഇന്നും 9 ബൂത്തുകളിലും രേഖപ്പെടുത്തിയത്. 77.9% വോട്ടുകളാണ് റീപോളിംഗിൽ രേഖപ്പെടുത്തിയത്. പഴയന്നൂർ, അന്നമനട, കുന്നത്തങ്ങാടി എന്നിവിടങ്ങളിൽ പോളിംഗ് 80% അധികം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ തന്നെ 9 ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വോട്ട് ചെയ്യാനെത്തിയ ശേഷം യന്ത്രപ്രകാരം മൂലം മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷവും വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയ ആളുകൾ ഇന്നും യാതൊരു മടിയും കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് 9 ബൂത്തുകളിൽ നിന്നും കാണാനായത്. രാവിലെ റീപോളിംഗ് ആരംഭിച്ച് അല്പസമയത്തിനകം കയ്പമംഗലം പോളിംഗ് സ്റ്റേഷനിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരുന്നു. തുടർന്ന് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി 1 മണിക്കൂറിനകം തന്നെ പോളിംഗ് പുനരാരംഭിക്കാൻ ആയി. ഉച്ചവരെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഉച്ചയോടെ മന്ദഗതിയിലായ പോളിംഗ് അവസാന 2 മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അവസാന കണക്കുകൾ ലഭിക്കുമ്പോൾ 77.9% വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിനിടെ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റൽ ബാലറ്റുകൾ കീറി എറിഞ്ഞു എന്നാരോപിച്ച് LDF പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. റീപോളിംഗുമായി ഇതിന് ബന്ധമില്ലെങ്കിൽ കൂടി ഈ ഒരു വാർത്തയിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ്. മുൻപ് കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന പോളിംഗിന് മുമ്പായി ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരുന്ന മാള ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ UDF അനുകൂലികളായിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് LDF പ്രവർത്തകർ ആരോപിക്കുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഉപരോധം നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിചാരിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന് K. മുരളീധരൻ. മാണിയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് മുരളീധരൻ പറഞ്ഞു. നാളെ UDFന്റെ നല്ലൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ റിബലുകളുടെ ആധിക്യവും ചില ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന അപാകതയും കാരണം ഒരുപക്ഷെ 70% കിട്ടിയെന്ന് വരില്ല. എന്നാലും 60% മിനിമം ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മിനിസ്റ്ററുടെ കാര്യത്തിൽ പാർട്ടി നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനം രാജി വേണ്ടാന്ന് തന്നെയാണ്. ഇനി അതിൽ മാറ്റം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 11-ാം തീയതിയും 12-ാം തീയതിയുള്ള പാർട്ടി യോഗം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. മന്ത്രിയുടെ കാര്യത്തിൽ എപ്പോഴും തീരുമാനം എടുക്കേണ്ട മുഖ്യമന്ത്രിയാണ്.
തെരഞ്ഞെടുപ്പ് ഫലം മുൻപേ കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. കൊച്ചിയിൽ UDF ജയിച്ചാൽ ലത്തീൻ സമുദായക്കാരനായിരിക്കും മേയറെന്ന് N. വേണുഗോപാൽ. കൊച്ചി കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കുറയുമെന്നും വേണുഗോപാൽ. ഗ്രേസി ബാബു ജേക്കബിനെ മേയറാക്കാൻ വേണുഗോപാലിന്റെ ശ്രമം. N. വേണുഗോപാലിനെതിരെ മുൻ മേയർ ടോണി ചമണിയും മേയർ സ്ഥാനാർത്ഥി സൗമിനി ജെയിനും രംഗത്തെത്തി. കൊച്ചിൻ കോർപ്പറേഷൻ സംബന്ധിച്ച കോൺഗ്രസിലെ കലാപം തുടരുകയാണ്. മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിന് നൽകണമെന്ന KPCC ജനറൽ സെക്രട്ടറി N. വേണുഗോപാലിന്റെ ആവശ്യം ഐ ഗ്രൂപ്പിന് കൂടി ആവശ്യമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഐ ഗ്രൂപ്പിന്റെ നോമിനി 67ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായ ഗ്രേസി ബാബു ജേക്കബിനായാണ് വേണുഗോപാൽ കരുക്കൾ നിൽക്കുന്നത്. സിറ്റിംഗ് കൗൺസിലറും എ ഗ്രൂപ്പിന്റെ മേയർ സ്ഥാനാർത്ഥിയുമായ സൗമിനി ജെയിനെ ഉന്നം വെച്ചാണ് ഒരു മുഴം മുമ്പേയുള്ള നീക്കം. മുസ്ലിമിന് കൊടുക്കണം, ഈഴവന് കൊടുക്കണം, സിറിയൻ കാത്തലിക്സിന് കൊടുക്കണം, നായർക്ക് കൊടുക്കണം, ലത്തീന് കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലത്തീൻ സ്വാധീനം നിലനിൽക്കുന്നതായ ഒരു പ്രദേശം എന്ന് പറയുന്ന കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിൽ ലത്തീൻ മേയർ വരുന്നത് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പരിഗണനയിൽ അത് വരും. റിബലുകളെ നിലക്ക് നിർത്താനായില്ലെന്നും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇത്തവണ കോർപ്പറേഷനിൽ കോൺഗ്രസ് നേടില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ വേണുഗോപാലിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മേയറെ തെരഞ്ഞെടുക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും മുൻ മേയർ ടോണി ചമണി തിരിച്ചടിച്ചു. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനെന്ന നിലയിൽ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംസ്ഥാന സമിതിയുണ്ട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്. ആ KPCC നോംസ് തീരുമാനിക്കും, ആ നോംസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും. അത് സാമുദായിക വീരവെപ്പല്ല. കോൺഗ്രസ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും സമുദായത്തിന് ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസർവേഷനും ഇല്ല. മുൻ ഡെപ്യൂട്ടി മേയർ ഭദ്ര ഉയർത്തിയ വിവാദങ്ങൾക്ക് പിന്നാലെ വേണുഗോപാലിന്റെ പ്രസ്താവനകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിനു മുമ്പ് ഇങ്ങനെയെങ്കിൽ അതിനുശേഷം എന്താകുമെന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം അനിശ്ചിതമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഉത്തരവാദിത്തപ്പെട്ടവർ പൊതുചർച്ച തുടങ്ങിയത് ശരിയായില്ലെന്നും ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകുമെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ എറണാകുളത്ത് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ തന്നെ പരസ്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പൊതു ചർച്ച തുടങ്ങിയത് ഒട്ടും ഉചിതമായില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് വേണ്ടി വിലയിരുത്തലിന് വേണ്ടി ചേരുന്ന KPCC യോഗത്തിൽ അതവർക്ക് പറയാവുന്നതാണ്.